2026 ഫുട്ബോൾ വേൾഡ് കപ്പ് തുടങ്ങാൻ ഇനി 3 ആഴ്ചയെ താഴെയുള്ളൂ. അപ്പോൾ ഈ വേൾഡ് കപ്പായിട്ട് ബന്ധപ്പെട്ട് പല ചർച്ചകളും ഇഷ്യൂസും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതേപ്പറ്റി ചർച്ച ചെയ്യാൻ എൻ്റെ ഒപ്പം ഉള്ളത് എൻ്റെ കൊളീഗ് ഹരിനാരായണനാണ്. അപ്പോൾ ഹരി, എന്തൊക്കെയാണ് ഈ വേൾഡ് കപ്പായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത്? ആദ്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആകെ മൊത്തത്തിലൊരു ഹൈപ്പില്ലാത്തൊരു വേൾഡ് കപ്പാണ് നിലവിൽ. അപ്പോൾ ഹൈപ്പില്ലെന്ന് മാത്രമല്ല, ഇഷ്ടംപോലെ പ്രശ്നങ്ങളും ഇതായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ US, മെക്സിക്കോ, കാനഡ ഇവിടെയാണ് വേൾഡ് കപ്പ് നടക്കുന്നത്. പ്രധാനമായിട്ട് US നടക്കുന്നത്. US ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾ കേൾക്കുന്ന ഇഷ്യൂസാണ് ഇമിഗ്രേഷൻ ഇഷ്യൂസ്, അതേപോലെ മൈഗ്രൻ്റ് വർക്കേഴ്സിനെ അല്ലെങ്കിൽ ഇമിഗ്രൻ്റ് വർക്കേഴ്സിനെയൊക്കെ പുറത്താക്കുക, അങ്ങനെ കുറേ ഇഷ്യൂസ് നടക്കുന്നു. അമേരിക്കയിലേക്ക് കിടക്കാൻ 19 രാജ്യങ്ങൾക്കാണ് ഫുള്ളി അല്ലെങ്കിൽ പാർഷ്യലായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉള്ളത്. ഇപ്പോൾ സിറിയ, യമൻ, ഇറാൻ അങ്ങനെ തുടങ്ങിയ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾക്കൊക്കെ ഫുള്ളായിട്ടുള്ള റെസ്ട്രിക്ഷൻ ആണല്ലോ, അമേരിക്കയിലേക്ക് കടക്കാൻ കഴിയില്ല. മറ്റ് ക്യൂബ, ടർക്ക്മെനിസ്ഥാൻ അങ്ങനെയുള്ള കുറച്ച് രാജ്യങ്ങൾക്ക് പാർഷ്യൽ റെസ്ട്രിക്ഷൻ ആണല്ലോ. അപ്പോൾ ഈ ഫാൻസിനും എനിക്ക് തോന്നുന്നു പ്ലേയേഴ്സിന് വരെ വിസ കിട്ടാത്ത പ്രശ്നമുണ്ട്. ഇറാനിൽ ഇപ്പോഴും അവർക്ക് പ്ലേയേഴ്സിന് കിട്ടിയിട്ടില്ല, പ്ലേയേഴ്സിനും ടീമിനും ഇതുവരെ കിട്ടിയിട്ടില്ല. അതെ. അപ്പോൾ ഈ ഫാൻസിനൊക്കെ ഈ കളി കാണാൻ വേണ്ടി വരിക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇഷ്യൂസ് അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യം. പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഈ ഫിഫ വേൾഡ് കപ്പിന്റെ സെക്യൂരിറ്റി നോക്കുന്നത് അവിടുത്തെ ഐസ് എന്നുള്ള ഡിപ്പാർട്ട്മെന്റാണ്. ഈ ഐസ് ഡിപ്പാർട്ട്മെന്റാണ് ഈ ഇല്ലീഗൽ ഇമിഗ്രൻസിന്റെ ക്രാക്ക് ഡൗണിൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയിട്ടിരിക്കുന്നത്. അത് ഭയങ്കര വയലന്റ് ആയിട്ട് ആൾക്കാരെ പിടിക്കുക, അടിക്കുക, ഉപദ്രവിക്കുക, നമ്മൾ ഇഷ്ടംപോലെ വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. അപ്പോൾ അവർ തന്നെയാണ് ഫിഫ വേൾഡ് കപ്പിന്റെ സെക്യൂരിറ്റിക്കും മേൽനോട്ടം വഹിക്കുന്നത് അല്ലെങ്കിൽ ഒരു പ്രധാന ഫാക്ടർ ആവുന്നത് എന്നുള്ളൊരു കാര്യം നിലനിൽക്കുമ്പോൾ തന്നെ പല ഇഷ്യൂസും അല്ലെങ്കിൽ പല ആങ്സൈറ്റി ഉണ്ടാക്കുന്ന കാര്യങ്ങളും ആൾക്കാരുടെ ഇടയിൽ, ഫാൻസിൻ്റെ ഇടയിൽ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡീപ്പോർട്ടേഷനുള്ള ചാൻസ് ഉണ്ട്, അവരെ പിടിച്ച് ഡിറ്റൻഷനുള്ള ചാൻസ് ഉണ്ട്, ജയിലിൽ കൊണ്ടടക്കാൻ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ അങ്ങനത്തെ ആക്ഷൻസ് ഒക്കെ അവരെടുക്കും. മാത്രമല്ല വിസ ഉണ്ടെങ്കിൽ തന്നെ അവർ ചിലപ്പോൾ എയർപോർട്ടിൽ എത്തുമ്പോൾ എൻട്രി ഡിനൈ ചെയ്യാവുന്ന സാഹചര്യങ്ങളുണ്ട്. മാത്രമല്ല നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വരെ സ്ക്രീനിങ്ങിന് വിധേയമാക്കും US. അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം കണ്ടാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് US കടക്കാൻ പറ്റും എന്നുള്ള കാര്യം പോയാലേ അറിയുള്ളൂ. അപ്പോൾ ആ ഒരു ഇഷ്യൂ നിലനിൽക്കെ തന്നെ ആളുകൾ അങ്ങടേക്ക് പോകാൻ അത്ര താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല, ഫാൻസ് അങ്ങടേക്ക് പോകാൻ അത്ര താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൊത്തത്തിൽ ഇതിനൊരു ഹൈപ്പില്ല അല്ലെങ്കിൽ ഒരു ഫാൻസിന്റെ തള്ളിക്കയറ്റം കാണുന്നില്ല എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയുന്നത്. ഒരു ഹൈപ്പ് കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം 2022 ഖത്തർ വേൾഡ് കപ്പിന് നമ്മൾ ഈ ഒരു മാസം മുന്നേ ഇവിടെ വലിയ കട്ടൗട്ടുകളും വയ്ക്കുന്നുണ്ടായിരുന്നു. ഈ മെസ്സി, നെയ്മർ, റൊണാൾഡോയിൻ്റെ കട്ടൗട്ട്, അത് എന്നിട്ട് ഫിഫ അത് ഒഫീഷ്യലി പോസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ അത്രയും ഒരു ഹൈപ്പിൽ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അത് ഭയങ്കര രീതിയിൽ ഒരു കുറവായിട്ട്. അതെ. അതായത് നമ്മുടെ നാട്ടിലും ഹൈപ്പ് തീരെ കുറഞ്ഞിട്ടാണ് കാണുന്നത്. പക്ഷെ മൊത്തത്തിൽ ഒരു ആ രാജ്യത്തേക്കുള്ള തള്ളിക്കയറ്റോ അല്ലെങ്കിൽ ടിക്കറ്റ് പ്രൈസസ് അല്ലെങ്കിൽ ഫ്ലൈറ്റിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഹോട്ടൽ ബുക്ക് ചെയ്ത ലിസ്റ്റ് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഭയങ്കര കുറവാണ്. അടുത്തൊരു പ്രധാന പ്രശ്നം ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്നും ഈ വേൾഡ് കപ്പിൽ നിന്നും അകൽച്ച ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടിക്കറ്റിന്റെ പ്രൈസസ് ആണ്. ഭയങ്കര ഹൈ പ്രൈസസ് ആണ് ഈ പല മാച്ചസിനുള്ളത്. $10,000 വരെ. അതെ. അതായത് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനോഗ്രൽ മാച്ചിന് $1,000 സ്റ്റാർട്ടിംഗ് ഒക്കെ പറയുന്നത്. പിന്നെ എന്താ വെച്ചാൽ ഫൈനൽ മാച്ചിനൊക്കെ $2 ലക്ഷം വരെ പ്രൈസ് പോയിട്ടുണ്ട് ഒരു ടിക്കറ്റിന്. മാത്രമല്ല റീസെയിൽ മാർക്കറ്റിൽ 4 ടിക്കറ്റ് $2 മില്യൺ വരെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതായിട്ട് ബന്ധപ്പെട്ട് ട്രംപിനോട് ജേർണലിസ്റ്റുകൾ ചോദിക്കുകയുണ്ടായി, ഇത്രയും ഹൈ പ്രൈസസ് ആണല്ലോ, ഇനോഗ്രൽ മാച്ചിന് $1,000 ആണല്ലോ പ്രൈസ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ട്രംപ് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഈ നമ്പേഴ്സിനെ പറ്റി അറിയില്ല, എന്നിരുന്നാലും ആ പൈസ കൊടുത്തിട്ട് ഞാൻ ഈ പരിപാടിക്ക് പോകില്ല എന്ന് ട്രംപ് തന്നെയാണ് അഭിപ്രായപ്പെടുന്നത്. ഇതേ കാര്യം ഫിഫയുടെ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോട് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത് ഈ 2 മില്യണിന് റീസെയിൽ മാർക്കറ്റിൽ സാധനം വന്നിട്ടുണ്ടെങ്കിലും അത് വിറ്റ് പോകണമെന്നുമില്ല, ആൾക്കാർ വാങ്ങണമെന്നുമില്ല, അത് അവിടെ കിടക്കുന്നുണ്ട് എന്നേ ഉള്ളൂ. ഇനി അഥവാ ആരെങ്കിലും വാങ്ങിച്ചാൽ തന്നെ $2 മില്യൺ ഈ 4 ടിക്കറ്റുകൾ ആരെങ്കിലും വാങ്ങിച്ചാൽ തന്നെ ഞാൻ അയാൾക്ക് നേരിട്ട് പോയിട്ട് ഹോട്ട് ഡോഗും കൊക്കക്കോളയും കൊടുക്കുന്നതാണ് ഈ പ്രസിഡന്റ് തന്നെ പറയുന്നത്. അപ്പൊ അത്തരത്തിൽ ഇവർ ആ ഒരു ഭയങ്കര ലാഘവത്തോടെയാണ് ഈ കാര്യത്തിനെ കാണുന്നത്. മൊത്തത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച US ലോസ് തന്നെയാണ് ഈ ഒരു റീസെയിൽ മാർക്കറ്റിന്റെ വിലനെ നിയന്ത്രിക്കുന്നതിൽ, അല്ലെങ്കിൽ ഇത് വില ഇത്രയും കൂടാൻ കാരണം അവിടെ ആ ലോസ് അത്ര സ്ട്രിക്റ്റ് അല്ലാത്ത കാരണം. മാത്രമല്ല ഫിഫ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ട്രംപിനെ മാക്സിമം സൂചിപ്പിച്ച അത്തരത്തിലുള്ള പരിപാടികളാണ് ഫിഫ അതിന് മുന്നേ ചെയ്തു. അതായത് അവർ ഇതിനു വേണ്ടി ഒരു പുതിയ ഫിഫ വേൾഡ് പീസ് പ്രൈസ് എന്ന് പറഞ്ഞ നോബൽ പ്രൈസ് കിട്ടാത്തതിന് ഉള്ളൊരു അതെ ട്രംപിനെ ഒന്ന് സൂചിപ്പിക്കാന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു സാധനം അവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ മൊത്തത്തിൽ ട്രംപിനെ ഒന്ന് സൂചിപ്പിച്ച ആ രീതിയിലാണ് ഫിഫ നടക്കുന്നത്. മാത്രമല്ല ഫിഫയെ സംബന്ധിച്ചിടത്തോളം ഈ ഫുട്ബോൾ അല്ലെങ്കിൽ ഫുട്ബോൾ പ്ലേയേഴ്സ് എന്നുള്ള ഒരു ക്യാഷ് കൗ പോലെ ആയിട്ടുണ്ട്. ഇപ്പൊ UCL നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ ഫോർമാറ്റ് വന്നോടെ മാച്ചസിന്റെ എണ്ണം കൂടി. ഇപ്പൊ തന്നെ വേൾഡ് കപ്പിൽ ഇഷ്ടംപോലെ ഈ വേൾഡ് കപ്പിൽ ഇഷ്ടംപോലെ പുതിയ രാജ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇത് വരുമ്പോൾ പ്ലേയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ അവർക്ക് ഇഞ്ചുറിയുടെ ചാൻസസ് ഇപ്പൊ കഴിഞ്ഞ സീസണിൽ തന്നെ കഴിഞ്ഞ 2 സീസണായിട്ട് UCL പുതിയ ഫോർമാറ്റ് വന്നതിന് ശേഷം ഇഞ്ചുറീസ് ഭയങ്കര കൂടുതലാണ്. എത്ര പ്ലേയേഴ്സിന് ഇഞ്ചുറി വരുന്ന ACL ആണെങ്കിലും ടെൻഡൻ ടിയർ ആണെങ്കിലും അങ്ങനെ ഇഷ്ടംപോലെ ഇഞ്ചുറീസ് പ്ലേയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ എങ്ങനെ മാക്സിമം പൈസ ഊറ്റിയെടുക്കുക എന്നുള്ള നിലയിലാണ്
ഫിഫയും പ്രവർത്തിക്കുന്നത്. മാത്രമല്ല മറ്റൊരു ഡാറ്റ പറയുന്നത് എന്താ വെച്ചാൽ കാൻസർ സിറ്റിയിലാണ് ഓസ്ട്രിയ, അർജന്റീന, നെതർലൻഡ്സിന്റെ ഒക്കെ കുറെ മാച്ചസ് നടക്കുന്നത്. അതെ, അപ്പൊ അവിടെയൊക്കെ ഹോട്ടലുകൾ ഇപ്പോഴും 80% അണ്ടർ ഒക്യുപ്പൈഡ് ആണ് ഈ വേൾഡ് കപ്പ് മാച്ചസ് നടക്കുന്ന സമയത്ത്. അപ്പൊ അതും തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അത്രത്തോളം ഫാൻസോ ആൾക്കാരോ അങ്ങടേക്ക് തള്ളിക്കേറി വരുന്നില്ല എന്നുള്ളൊരു കാര്യം. ഈ പറഞ്ഞതിനോടൊപ്പം ഒന്ന് ആഡ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഗ്രൂപ്പുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഓരോ ഗ്രൂപ്പുകളും മെയിൻ ഒരു രാജ്യം ഉണ്ടെന്നുണ്ടെങ്കിലും മെയിൻ ഒരു ടീം ഉണ്ടെന്നുണ്ടെങ്കിലും അതിന് ബാക്കി കളിക്കുന്ന ടീമുകൾ ഇപ്പോൾ ഈ കേപ്പ് വെർഡെ പോലത്തെ ആദ്യമായിട്ട് കളിക്കുന്ന ടീമാണ് ഉസ്ബെക്കിസ്ഥാൻ. അപ്പോൾ ആ ഗ്രൂപ്പിൽ ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പ് സി നോക്കുകയാണെങ്കിൽ അതിനകത്ത് ബ്രസീൽ, മൊറോക്കോ, ഹെയ്ത്തി, സ്കോട്ട്ലൻഡാണ്. ഇപ്പോൾ ഈ ബ്രസീലിൻ്റെ മാച്ചിൽ എന്തായാലും ആൾക്കാർ കാണും. പക്ഷേ ആ ഗ്രൂപ്പിൽ തന്നെ ഇപ്പോൾ ഈ മൊറോക്കോ, ഹെയ്ത്തി മത്സരം, അപ്പോൾ അതിൽ എത്രത്തോളം ആൾക്കാർ കയറും എന്നുള്ളത് നമുക്ക് പ്രഡിക്റ്റബിൾ അല്ല. അപ്പോൾ ഇത്രയും ഹൈ പ്രൈസ് ആഫ്രിക്കൻ അതെ അതുകൊണ്ട് രാജ്യങ്ങൾ, അപ്പോൾ ഈ ചെറിയ ടീമുകൾ തമ്മിൽ ഈ ഗ്രൂപ്പ് മാച്ച് നടക്കുമ്പോൾ ആൾക്കാർ കയറുമ്പോൾ ഈ പ്രൈസ് കൂടുതലുള്ളതുകൊണ്ട് കയറുമോ എന്നുള്ളൊരു ഇഷ്യൂയും അവിടെ നിലനിൽക്കുന്നുണ്ട്. അതെ, പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഖത്തർ വേൾഡ് കപ്പ് ആയിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ്. അപ്പോൾ ഖത്തർ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് നമുക്ക് ഓർമ്മയുണ്ട്, അതായത് ഇഷ്ടം പോലെ ചെറിയ ചെറിയ ഇഷ്യൂസ് തൊട്ട് വലിയ ഇഷ്യൂസ് വരെ ഭയങ്കര മാഗ്നിഫൈ ചെയ്ത് കാണിക്കുകയാണ്. സ്റ്റേഡിയം പണിതിന് ആൾക്കാർ മരിച്ചതും, അതെ സ്റ്റേഡിയം പണിയുന്ന സമയത്ത് ആൾക്കാർ മരിച്ചത്, അതേപോലെ സ്റ്റേഡിയത്തിൽ എക്സസീവ് AC യൂസ് ചെയ്യുന്ന കാരണം ക്ലൈമറ്റിന് ഉണ്ടാവുന്ന ഇഷ്യൂസ്, അതേപോലെ അവസാന നിമിഷം ആൽക്കഹോൾ സ്റ്റേഡിയത്തിലേക്ക് നിരോധിച്ചു എന്നുള്ള കാര്യത്തിലൊക്കെ ഭയങ്കര പ്രശ്നം. LGBTQ സിംബൽസ് ഒന്നും അവിടെ അതെ പ്രത്യേകിച്ച് ഈ യൂറോപ്യൻസിനൊക്കെ ഇതിൽ ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു, യൂറോപ്യൻസും അമേരിക്കൻസും ഒക്കെ. അപ്പോൾ അവിടെയൊക്കെ ആ ചെറിയ ഇഷ്യൂ തൊട്ട് എല്ലാം ഒരുപാട് പൊക്കി വലുതാക്കി കാണിച്ച സമയത്ത് ഇവിടെ റിയൽ ഇഷ്യൂസ് ഉണ്ടായ സമയത്ത് ഇതൊന്നും പൊക്കി കാണിക്കുന്നില്ല. ഇപ്പൊ പ്രധാനമായിട്ട് വേറൊരു കാര്യം എന്താ വെച്ചാൽ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഫ്ലൈറ്റ് ചാർജസും ഭയങ്കര കൂടുതലാണ്. ഈ പ്രത്യേകിച്ച് ഇസ്രായേലും US ഉം കൂടെ ഇറാന്റെ മേലെ നടത്തുന്ന വാറ് കാരണം ഫ്യൂവൽ ഷോർട്ടേജ് ഉണ്ടായിട്ടുണ്ട്. ഫ്യൂവൽ ഷോർട്ടേജ് കാരണം ടിക്കറ്റ് പ്രൈസും എല്ലാം ഭയങ്കര ഒരുപാടായിട്ടുണ്ട്. അതും ആൾക്കാരെ പുറകോട്ട് അടുപ്പിക്കുകയാണ് US ലേക്ക്. പൊതുവെ ഒരു വേൾഡ് കപ്പ് ഇപ്പൊ ഖത്തറിൽ വന്നാലും കഴിഞ്ഞ പ്രാവശ്യം വേൾഡ് കപ്പിന്റെ ടൈമിൽ ഒന്ന് ജസ്റ്റ് ഒരു ഹൈക്ക് ഉണ്ടായിരുന്നു, അതും ഉണ്ടാവും ഒരു നോർമൽ ഹൈക്ക്. അതിന്റെ പുറമെയാണ് ഈ ഭയങ്കരമായിട്ട് ഈ ഒരു യുദ്ധം കൂടെ വന്നതോടെ, അപ്പൊ ഈ യുദ്ധം കൂടെ വന്ന സ്ഥിതിക്ക് യുഎസിന്റെ ഒരു ഇടപെടൽ കാരണം പലവരും പല ഓർഗനൈസേഷൻസും അൺഒഫീഷ്യലായിട്ടും ഒഫീഷ്യലായിട്ടും, അതായത് ആൾക്കാരുടെ കൂട്ടായ്മകളൊക്കെ ഈ വേൾഡ് കപ്പ് ബഹിഷ്കരിക്കണം, US നടക്കുന്ന വേൾഡ് കപ്പ് വേണ്ട, അല്ലെങ്കിൽ US ഇസ്രായേലൊക്കെ മെയിൻ പ്ലേയേഴ്സ് ആയിട്ടുള്ള ഈ ഒരു വേൾഡ് കപ്പ് നമ്മൾ കാണണ്ട, അത്തരത്തിലുള്ള ബഹിഷ്കരണ ആഹ്വാനങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അതിന്റെ ഒപ്പം പറയണ ഇപ്പൊ റഷ്യക്ക് 2018 വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്ത റഷ്യ കഴിഞ്ഞ വേൾഡ് കപ്പ് കളിച്ചില്ല, ഈ വേൾഡ് കപ്പില്ല, അവർക്ക് ബാനാണ് ഇപ്പോഴും. അത് യുക്രൈനെ ആക്രമിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഈ ഇസ്രയേലും അമേരിക്കയും പോലുള്ളവർക്ക് അവർ ഹോസ്റ്റ് വരെ ചെയ്യുന്ന വേൾഡ് കപ്പ് നടക്കുന്നതെന്നുള്ളൊരു. അതെ, ഇതില് വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ തന്നെ ഇതിന് മുന്നേ ധീരജൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് ബ്രോഡ്കാസ്റ്റിംഗ് ഇന്ത്യയിലും ചൈനയിലും ഒന്നും ബ്രോഡ്കാസ്റ്റിംഗിന്റെ കാര്യങ്ങൾ ഫൈനലൈസ് ആയിട്ടില്ല. ചൈനയിൽ എന്തോ ചൈന ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വരുന്നത് ഇന്ത്യ, ചൈന, ഇന്തോനേഷ്യ, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ജപ്പാൻ. അവരുടെ പോപ്പുലേഷൻ അനുസരിച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഈ ചൈനയിൽ ഇപ്പോൾ ആയിട്ടുണ്ട്, ഇന്തോനേഷ്യയിലും അവർ കഴിഞ്ഞ ദിവസം ആയിട്ടുണ്ട്, ജപ്പാനിൽ ഓൾറെഡി കൊടുത്തിരുന്നു. ഇന്ത്യയിലാണ് ഇപ്പോഴും ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സ് വിൽക്കാത്തത്. അവർ ആദ്യം ചോദിച്ചിരുന്നത് 100 മില്യൺ ആണ് ഫിഫ ചോദിച്ചിരുന്നത്, $100. അതവർ 50 മില്യൺ ആക്കി. അപ്പോഴും ഇവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞു ഇന്ത്യയിലെ ബ്രോഡ്കാസ്റ്റേഴ്സ്. പിന്നെ അത് 35 മില്യൺ ആക്കി. 35 പ്ലസ് അതിനൊപ്പം അടുത്ത വേൾഡ് കപ്പ് 2030 വേൾഡ് കപ്പിൻ്റെയും കൂടി ഒരുമിച്ച് 30 മില്യൺ കൊടുക്കാന്ന് പറഞ്ഞു. അതും ഇവർക്ക് ഈ ബ്രോഡ്കാസ്റ്റേഴ്സിന് പറ്റില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ ഈ സ്പോർട്സ് 18 എന്നുള്ളതായിരുന്നു ഇന്ത്യയിലെ ബ്രോഡ്കാസ്റ്റിംഗ് ടെലിവിഷനിൽ. അവർ മേടിച്ചത് $62 മില്യൺ. അവർക്കത് ഭയങ്കര നഷ്ടമാണെന്നാണ് പറയുന്നത്. മെയിൻ പ്രശ്നം പറയുന്നത് ഇവർക്ക് ഈ പരസ്യം കിട്ടില്ല എന്നുള്ളതാണ്. ഇന്ത്യയിൽ ക്രിക്കറ്റ് ഭയങ്കര ഒരു എപ്പിക് ഒരു സ്പോർട്സ് ആയിട്ട് നിൽക്കുമ്പോഴും അവർക്ക് ഭയങ്കര പരസ്യം കിട്ടും ക്രിക്കറ്റിൽ. ഫുട്ബോളിന് ആ സമയം നോക്കുമ്പോൾ ഭയങ്കര പരസ്യത്തിന് ചാൻസ് കുറവാണ്. നമുക്ക് ഈ ഹാഫ് ടൈമിൽ കിട്ടുന്ന പരസ്യം, പിന്നെ ആദ്യം അവസാനം. ഇപ്പം ഈ ഹാഫ് ടൈമിൽ ഷോകൾ നടക്കുന്നുണ്ട് എന്നുള്ളൊരു ഇതും കേൾക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ അരമണിക്കൂറാകും അത് എന്നും പറയുന്നുണ്ട്. അപ്പം അതാണ് ഈ പരസ്യം കിട്ടാത്തൊരു മെയിൻ പ്രശ്നമാണ് ഇന്ത്യനെ സംബന്ധിച്ച്. ഇന്ത്യയിൽ ഇത്രയും ആൾക്കാരുണ്ട്, പോപ്പുലേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാലും പരസ്യമാണ് അവർക്ക് മെയിനായിട്ട് ലക്ഷ്യം വയ്ക്കുന്നത്. നമ്മളിപ്പോൾ തുടക്കം പറഞ്ഞ പോലെ ഒരു ഹൈപ്പില്ലായ്മ മൊത്തത്തിൽ കാണുന്നുണ്ട്. ഇപ്പോൾ ധീരജനെ പറഞ്ഞു കേരളത്തിൽ ഇപ്പോൾ ഒരു ഫ്ലെക്സ് യുദ്ധം അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, കാണുന്നില്ല. ഇപ്പൊ നമ്മളിപ്പോൾ ഡെയിലി ഓഫീസിൽ പോയി വരുമ്പോഴൊന്നും എവിടെയും ഒന്നും കാണുന്നില്ല. ഒരു ഫ്ലെക്സ്, ഒരു ബാനർ. അതെ, അല്ലെങ്കിൽ ഈ സമയമാകുമ്പോഴേക്കും ഓരോ കട്ടൗട്ടുകൾ വന്ന് അത്ര ഫ്ലെക്സുകളുടെ ഓരോ ക്യാപ്ഷനൊക്കെ വന്ന് നമ്മൾക്ക് അത് എൻജോയ് ചെയ്ത് തുടങ്ങേണ്ട സമയം. പക്ഷെ ഒന്നും കാണുന്നില്ല. ഒരു വേൾഡ് കപ്പ് വരാൻ പോകുന്നു എന്നുള്ളതിന്റെ യാതൊരു ലക്ഷണവും നമ്മുടെ നാട്ടിലും കാണുന്നില്ല. TV യിൽ വെച്ച് നോക്കുമ്പോൾ ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതിന്റെ ഒപ്പം തന്നെ ഈ
വേൾഡ് കപ്പിന് പ്രൊമോഷൻ ആയിട്ട് എപ്പോഴും ഉണ്ടാവുന്ന വേൾഡ് കപ്പ് സോങ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത്തവണ ആരൊക്കെയോ വെച്ച് ലിസ റെമ അങ്ങനെയുള്ളവരൊക്കെ വെച്ച് ഷക്കീരയുടെ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ അതിനും ഒരു 2010 ഷക്കീര ഇറക്കിയ പോലത്തെ ഒരു അതെ ഒരിക്കലും ആ ഒരു വക്കയുടെ മാജിക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവര് ആദ്യം ഇറക്കിയ പല പാട്ടുകളും വർക്കായില്ല എന്ന് കണ്ടിട്ട് ഇവര് വീണ്ടും ഷക്കീറിനെ തന്നെ അപ്രോച്ച് ചെയ്ത് ഷക്കീർ ഒരു പാട്ട് ഇറക്കിയിട്ടുണ്ട്. ഇന്ന് അതിന്റെ ഒഫീഷ്യൽ വീഡിയോയും പുറത്തു വരും. പക്ഷെ ആകെ മൊത്തത്തിൽ എന്ത് ചെയ്തിട്ടും ഈ വേൾഡ് കപ്പിനെ നിലവിൽ ഇതുവരെ രക്ഷിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. തീരെ ഹൈപ്പില്ലാതെ വ്യൂവർഷിപ്പ് ഒക്കെ എന്താവും എന്നുള്ളത് നമുക്കിനി കണ്ടു തന്നെ അറിയണം.